ദേവാലയ സംഗീതം എപ്രകാരമായിരിക്കണം എന്ന ചോദ്യത്തിൻ്റെ ഒരു പ്രഥമ ഉത്തരമെന്ന് പറയുന്നത് പാട്ട് പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നു എന്ന പ്രയോഗമാണ്. നമുക്കറിയാം, ഏതൊരു കാര്യവും ഭംഗിയാക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നൊരു മാധ്യമമാണ് സംഗീതം. സഭ എല്ലാത്തരം കലകളെയും പ്രോത്സാഹിപ്പിക്കുന്നവളാണ്. പക്ഷേ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കലകളേക്കാൾ ഉപരിയായി സഭ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കല എന്ന് പറയുന്നത് സംഗീതം എന്ന കലയാണ്. കാരണം സംഗീതത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന മാത്രമല്ല, വള്ളം കളിക്ക് മ്യൂസിക്കോടുകൂടി വള്ളം തുഴയുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ടും സ്പീഡിലും ശക്തിയോടുകൂടിയും തുഴയാൻ സാധിക്കും. വടംവലിയുടെ നേരത്തൊക്കെ ചിലപ്പോൾ സംഗീതം ഉപയോഗിക്കാറുണ്ട്. മാർച്ച് പാസ്റ്റിന് സംഗീതം ഉപയോഗിക്കാറുണ്ട്. കൊയ്ത്തിന് സംഗീതം ഉപയോഗിക്കാറുണ്ട്. എപ്പോഴൊക്കെ എവിടെയൊക്കെ സംഗീതം ഉപയോഗിച്ചൊരു പ്രവൃത്തി ചെയ്യുന്നുവോ അപ്പോൾ കൂടുതൽ ഭംഗിയായിട്ടും ഇഫക്റ്റീവായിട്ടും ഫലപ്രദമായിട്ടും നമുക്ക് ആ കർത്തവ്യം നിർവഹിക്കാനായിട്ട് സാധിക്കും. ഇത് ദേവാലയ സംഗീതത്തെ സംബന്ധിച്ചും സത്യമാണ്. നന്നായിട്ട് സംഗീതം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇരട്ടി ഇഫക്റ്റീവായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുമെന്നുള്ള വിശുദ്ധ ആഗസ്തീനോസിൻ്റെ തത്വം അല്ലെങ്കിൽ പ്രയോഗം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നും സഭ നമ്മൾ ഓർമ്മിപ്പിക്കുന്നൊരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാം വത്തിക്കാൻ സുനോദോസ് ദേവാലയ സംഗീതത്തെപ്പറ്റി, ആരാധനക്രമത്തെപ്പറ്റിയുള്ള പ്രമാണരേഖയുടെ 6-ാമത്തെ അധ്യായത്തിൽ പറയുമ്പോൾ ആവർത്തിച്ച് ഊന്നൽ നൽകി പറയുന്നൊരു കാര്യമാണ് സംഗീതത്തെ സഭ ഏറെ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് കൗൺസിൽ പറയുകയാണ്, കത്തീഡ്രൽ ദേവാലയത്തിലെ ഗായക സംഘം മറ്റ് ദേവാലയങ്ങൾക്ക് മാതൃകയാകത്തക്ക രീതിയിൽ വേണം പ്രവർത്തിക്കാനും അവർ ഒരുക്കാനും. ഇതിനുള്ള പരിശീലനം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതുകൊണ്ട് രണ്ടാം വത്തിക്കാൻ സുനോദോസ് പറഞ്ഞു, ഇതിന് നേതൃത്വം കൊടുക്കാനുള്ളവരാണ് വൈദികരും സന്യസ്തരും അൽമായ നേതാക്കളുമൊക്കെ. അതുകൊണ്ട് കൗൺസിൽ പറഞ്ഞു, സെമിനാരികളിലും സന്യാസ പരിശീലന ഭവനങ്ങളിലും അൽമായ പരിശീലന കേന്ദ്രങ്ങളിലും ദേവാലയ സംഗീതം എന്ത് എങ്ങനെ എന്ന് പഠിപ്പിക്കാൻ വിദഗ്ധരായ പരിശീലനം ലഭിച്ച അധ്യാപകരെ നിയമിക്കേണ്ടത് ആവശ്യമാണ്. നിർഭാഗ്യവശാൽ നമ്മൾ ഈ കൗൺസിൽ പ്രബോധനം വേണ്ടത്ര ഉൾക്കൊണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും വേണ്ടത്ര പരിഗണന ഈ നിർദ്ദേശത്തിൽ ലഭിച്ചിട്ടുമില്ല. രണ്ടാം വത്തിക്കാൻ സുനോദോസിന് ശേഷം റോമിൽ ദേവാലയ സംഗീതത്തിന് വേണ്ടി ബെനഡിക്റ്റൈൻ അച്ഛന്മാരുടെ വൈദികരുടെ നേതൃത്വത്തിൽ ഒരു അക്കാഡമി, ഒരു പരിശീലന കേന്ദ്രം, അവിടെ ഡിഗ്രി പോലും നൽകുന്ന, ഡോക്ടറേറ്റ് വരെ നൽകുന്ന ഒരു പരിശീലന കേന്ദ്രം ദേവാലയ സംഗീതത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പരിശീലനം ലഭിച്ച, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് ദേവാലയ സംഗീതത്തിൽ പരിശീലനം ലഭിച്ച അധ്യാപകരുടെ സഹായത്തോടു കൂടി വേണം ഇങ്ങനെയുള്ള പരിശീലന കളരികൾ നടത്തി വേണ്ടത്ര അറിവും പരിചയവും ദേവാലയത്തിൽ സംഗീതം ആലപിക്കുന്നവർക്ക് നൽകണമെന്ന് സഭ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഒരു കുറവ് തീർച്ചയായിട്ടും നമ്മുടെ ദേവാലയങ്ങളിലുണ്ട് എന്നുള്ള സത്യം നമ്മൾ മറക്കേണ്ടതില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രതിവിധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭ ഇത് സംബന്ധിച്ച് കാലാകാലങ്ങൾ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സംശീകരിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ജനങ്ങൾക്കും വൈദികർക്കും, വൈദിക പരിശീലനത്തിനായിരിക്കുന്നവർക്കും സന്യാസ പരിശീലനത്തിനായിരിക്കുന്നവർക്കും ഒക്കെ നല്ല പരിശീലനം കൊടുത്ത് അവരെ ഇതിന് ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ് സുനോദോസിനെ ആവശ്യപ്പെട്ടു എല്ലാ രൂപതകളിലും ദേവാലയ സംഗീതത്തിന് വേണ്ടി ഒരു കമ്മീഷൻ ഉണ്ടായിരിക്കുന്നു. അവിടെ നേതൃത്വത്തിലുള്ള പരിശീലനം എല്ലാ ഗായക സംഘാംഗങ്ങൾക്കും, പാട്ടിനോട് താല്പര്യമുള്ള എല്ലാവർക്കും നൽകണം. മാത്രമല്ല, ജനങ്ങൾക്ക് കൂടി പങ്കെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ വേണം പരിശീലനം നൽകാനായിട്ട്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളിൽ ശ്രദ്ധിക്കാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഭ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ദേവാലയ സംഗീതത്തെ നമുക്ക് ഭംഗിയാക്കാനും ദേവാലയ തിരുക്കർമ്മങ്ങളെ കൂടുതൽ മോടി പിടിപ്പിക്കാനും അതിലൂടെ ധാരാളമായിട്ട് ഫലമെടുക്കാനും നമുക്ക് സാധിക്കും.